ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ക്രീമി പാസ്തയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവാള ചെറുതാക്കി വരുന്നത്, ടൊമാറ്റോ ചെറുതാക്കി വരുന്നത്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇതൊക്കെയാണ് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് റെസിപ്പിയിലോട്ട് പോകാം. ഇനി നമ്മൾ ബട്ടറിൽ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം. അപ്പം എന്ത് ചെയ്യും, പെട്ടെന്ന് സവാള എന്ത് ചെയ്യും, വഴണ്ടി കിട്ടും. ഇനി നമുക്ക് നോക്കാം ബാക്കി. ആവശ്യത്തിനുള്ള സാൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, സോട്ട് ചെയ്തെടുക്കാം. ബട്ടർ ഒരിക്കലും കരിയരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് ടേസ്റ്റ് പോകും. സോ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, സവാള സോട്ട് ചെയ്തെടുക്കാം. ഒരു നല്ലോണം വഴണ്ടി വേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പച്ചമണം പോയി കിട്ടി നമുക്കതിലേക്ക് ടൊമാറ്റോ, ക്യാപ്സിക്കം, ക്യാരറ്റ് എന്നിവ ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാഴട്ടെ. അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ടൊമാറ്റോ, ക്യാപ്സിക്കം, ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോയും ക്യാപ്സിക്കവും ക്യാരറ്റും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും നന്നായിട്ട് എന്ത് ചെയ്യാം, സോട്ട് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് നന്നായിട്ട് വാടി ആ ഒരു പച്ചമണമൊക്കെ പോകുന്നവരെ നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്ത ചിക്കൻ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ജസ്റ്റ് ഒരു കറക്കൽ അത്ര തന്നെ, ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താണ്. അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളി പാസ്തയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. ജസ്റ്റ് മസാലപ്പൊടികൾ എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഒരു കുരുമുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പൊടികളൊക്കെ അതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി മസ്റ്റാണ്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതില്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ല. കുരുമുളകാണെങ്കിൽ മസ്റ്റായിട്ടുള്ളൊരിത്. ചിക്കൻ മസാല ഓപ്ഷണലാണ്, അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിട്ടിട്ട് സോട്ട് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് ആ പൊടികളുടെ ആ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ട് എന്ത് ചെയ്യാം, സോട്ട് ചെയ്തെടുക്കാം. ഒരു അടിപൊളി പാസ്തയുടെ റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഈ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഇതിലേക്കുള്ള ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ആ മസാല. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് സെയിം പാനിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കഷ്ണം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മെൽറ്റായിട്ട് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മൈദപ്പൊടി, മിൽക്കും ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ മൈദപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാൽ ഒഴിച്ചിട്ട് അത് ഒരു കുറുകി ഒരു ക്രീം പരുവത്തിലാവുന്ന വരെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ നേരത്തെ മാറ്റി വെച്ച മസാല, ചീസ്, അത് നമുക്കതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും ആ ക്രീം അയച്ചില്ല അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ആ ചീസൊക്കെ അലിയുന്ന വരെ നന്നായിട്ട് സോട്ട് ചെയ്യാം. നന്നായിട്ട് എന്ത് ചെയ്യണം, അത് മിക്സ് ആയിട്ട് വരണം. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കുക. ചീസ് മസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മക്രോണിയാണ് പാസ്ത. അത് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നല്ല അടിപൊളി പാസ്തയാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്